നമസ്കാരം. എമ്പുരാൻ സിനിമയിൽ മുരളി ഗോപി എഴുതിയ ആദ്യ സ്ക്രിപ്റ്റ് മാത്രമാണ് മോഹൻലാൽ കണ്ടിട്ടുള്ളത്. പിന്നീട് അതിൽ വരുത്തിയ തിരുത്തലുകളൊന്നും മോഹൻലാലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മോഹൻലാലിനെ അത് കാണിച്ചിട്ടുമില്ല. ഇങ്ങനൊരു വാർത്ത ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. മോഹൻലാൽ ഇത് നിഷേധിച്ചിട്ടില്ല. പകരം മാപ്പ് പറഞ്ഞുകൊണ്ട് ചിത്രത്തിൽ ആരാധകർക്ക് വിഷമമുണ്ടാക്കിയ ചില കാര്യങ്ങൾ നീക്കം ചെയ്യാം എന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രം എഡിറ്റ് ചെയ്യുന്നു, പിന്നീട് സെൻസർ ചെയ്യുന്നു. അതിനുശേഷം ഇന്നു മുതൽ പുതിയ വേർഷനാണ് തിയേറ്ററുകളിലൊക്കെ എത്തുന്നത്. മോഹൻലാൽ ഈ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ്, റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹം ഡബ്ബ് ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത് എന്ന് മേജർ രവി പറയുന്നു. ഇല്ല, താൻ മുഴുവനായി കണ്ടുവെന്ന് മോഹൻലാൽ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെയാണ് എങ്കിൽ ആരാണ് ഈ സ്ക്രിപ്റ്റ് തിരുത്തിയത്? പ്രമുഖ നടനായ, ഏറ്റവും നായക കഥാപാത്രം അഭിനയിക്കുന്ന, ഈ സിനിമയുടെ നിർമ്മാണത്തിലടക്കം പങ്കാളിയായിട്ടുള്ള മോഹൻലാലിനെ പോലും അറിയിക്കാതെ ഈ സിനിമയുടെ തിരക്കഥ മാറ്റുന്ന രീതിയിൽ ഇടപെട്ട വമ്പൻ ആരാണ്? ഇടയ്ക്ക് നിന്ന് ഈ സിനിമയെ പർച്ചേസ് ചെയ്തത് ആരാണ് എന്ന ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ ഈ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടുകയാണോ, വ്യക്തമായ ഉത്തരം കിട്ടുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, അതായത് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുവാനായിട്ടുള്ള 18ാമത്തെ അടവ് എന്ന നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററിയുമായി BBC ഇന്ത്യയിലേക്ക് വരുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ ഗുജറാത്ത് കലാപം, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലൂടെ കടന്നുപോയ ഈ ഗുജറാത്ത് കലാപം, ആ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ BJP നേതാക്കളുമാണ് എല്ലാം കുറ്റക്കാർ എന്ന് വിധിക്കുന്ന തരത്തിൽ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി എന്തിനാണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് എന്ന ചോദ്യം അന്ന് ഉയർന്നതാണ്. അതിന് കൃത്യമായ ഉത്തരം BBC നൽകിയില്ല. ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ഒരു ടൂളാണ് എന്ന് കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെ നിരോധിക്കുന്നു. അതിനുശേഷം DYFI ഈ ചിത്രം പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. BBCയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ്, BBCയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് എന്നൊക്കെ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ അന്ന് BJPക്കെതിരെ ഉയർന്നിരുന്നു. തുടർന്ന് BBCയുടെ ഓഫീസിൽ റെയ്ഡ് നടന്നു. സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ കണ്ടെത്തുന്നു. അതിനുശേഷം BBC തന്നെ അത്തരം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനും മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സിനിമ വരുന്നത്. ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഭാഗം ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന രീതിയിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ അങ്ങനെയൊരു ആവിഷ്കാരത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ആരുടെയോ താല്പര്യപ്രകാരം ഇത് പിന്നീട് ഏച്ചു കെട്ടി വച്ചതാണ് എന്ന് ആ സിനിമയിൽ തന്നെ വ്യക്തമാണ്. അതിൻ്റെ പിന്നിൽ BBC ആണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സുപ്രിയയുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ BBC ഈ മലയാള സിനിമ അന്നത്തെ ആ ഡോക്യുമെൻ്ററി നിരോധിച്ചതിന് പകരമായി മലയാള സിനിമയിലൂടെ അവരുടെ ഡോക്യുമെൻ്ററി ഒളിച്ചു കടത്തുകയായിരുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഈ പറയുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ മേക്കിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം ഈ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. വ്യക്തമായി പറഞ്ഞാൽ നിർമ്മാണത്തിലെ ചില അഴിമതികൾ, അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം മലയാള സിനിമയിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. കോടികൾ വാങ്ങി പറ്റിക്കുക, അതിനുശേഷം വലിയ തുക കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സിനിമ എടുക്കാനുള്ള തുക, ഉൽപ്പാദന ചെലവ് അതിനെ പെരുപ്പിച്ച് കാണിക്കുക, അങ്ങനെ നിർമ്മാതാക്കളെ പറ്റിക്കുക, കോടികളുടെ കള്ളപ്പണം ഉണ്ടാക്കുക, ഇതൊക്കെ മലയാള സിനിമയിൽ അന്യമല്ല എന്ന് സമീപകാലത്ത് പുറത്തിറങ്ങിയ ചില ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള ചിത്രങ്ങളുടെ പിന്നാലെ കേന്ദ്ര ഏജൻസികൾ എത്തിയതും കള്ളപ്പണം കൊണ്ടുപോയതും എല്ലാം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പോരുന്നതൊക്കെ ഇങ്ങ് പോരട്ടെ എന്ന രീതിയിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എമ്പുരാനുമേൽ ചില കോടികൾ കൊടുത്ത് BBC ഇത്തരത്തിലൊരു ഭാഗം എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ BBC ശ്രമിച്ച അതേ സാധനം, അവർ അത് പ്രചരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട അതേ സാധനം ഒരു മലയാള സിനിമയുടെ മുതുകത്ത് കൊണ്ടുപോയി വയ്ക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും അതിനെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഇതിന് കൃത്യമായ ഉത്തരം കിട്ടുമോ എന്നും അറിയില്ല. കാരണം സംവിധായകനടക്കം ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. എന്തൊക്കെയോ ചില ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് ഇവിടെ വിവാദം അവസാനിപ്പിക്കാം എന്നൊക്കെയാണ് എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകർ വിചാരിക്കുന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം.
5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.